ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ലാസ്റ്റ് പോർഷൻ ആയ മൊഡ്യൂൾ 2 ലാസ്റ്റ് പോർഷൻ ആയ സപ്പോർട്ട് റിയാക്ഷന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഓൾറെഡി അതിന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഒരു 3 പ്രോബ്ലംസ് നോക്കിയിരുന്നു. അപ്പൊ ഇന്ന് ഒരു 2 പ്രോബ്ലംസ് കൂടി ചെയ്തിട്ട് ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യണതാണ്. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനും പഠിക്കാനും ബോത്ത് വെരി സിമ്പിൾ പോർഷൻ ആണ്. അതായത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് ഏതൊക്കെ ഫോഴ്സ് എവിടെയൊക്കെ ആക്ട് ചെയ്യും, എങ്ങനെയായിരിക്കും ആക്ട്, എങ്ങനെയായിരിക്കും മൊമെന്റ്, ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ആൻസറിന് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ചെയ്തു പോണത്. അപ്പൊ ഇന്നലെ 3 ചെയ്തിരുന്നു. ഇന്നിപ്പോ ഒരു UDLന്റെ ക്വസ്റ്റിനും ഒരു ഡയറക്റ്റ് മൊമെന്റ് വരുമ്പോ എങ്ങനെയാണ് അത് കപ്പിളാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റിനും കൂടി ഇതിൽ കവർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് അറ്റ് A and B. ഇവിടെ 2 സപ്പോർട്ട് തന്നിട്ടുണ്ട്. നോർമലി നമുക്ക് തരാറുള്ള പോലെ ഒരു റോളർ സപ്പോർട്ടും ഒരു ഹിഞ്ച് സപ്പോർട്ടും തന്നിട്ടുണ്ട്. അതിന്റെ 2ന്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില്. റോളർ സപ്പോർട്ടിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും, അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ. അതായത് ഇതിന് ഇങ്ങോട്ട് മാത്രമേ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. എന്തൊക്കെ ചെയ്തിട്ടും വളഞ്ഞ ഓക്കെ. പിന്നെ നമ്മുടെ ഹിഞ്ച് സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് 2 സൈഡിലോട്ടും മോഷൻ ഇല്ലാത്തതുകൊണ്ട് 2 സൈഡിൽ നിന്നും റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതായത് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ ഞാൻ റോളറിന്റെ റിയാക്റ്റീവ് ഫോഴ്സിനെ ഞാൻ RA എന്ന് മാർക്ക് ചെയ്യുന്നു, കാരണം ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഹിഞ്ച് സപ്പോർട്ടിൽ 2 ഉള്ളതുകൊണ്ട് ഇതിൽ B എന്നുള്ള പോയിന്റ് ആയതുകൊണ്ട് വെർട്ടിക്കലിനെ ഞാൻ VB എന്നും ഹൊറിസോണ്ടലിനെ ഞാൻ HB എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഫോഴ്സിലോട്ട് തന്നിരിക്കുന്ന ഫോഴ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 20 ന്യൂട്ടൺ കുഴപ്പമില്ല. സെക്കൻഡ് ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഫോഴ്സിനെ നമ്മൾ എന്താ പറയാ? UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു 4 മീറ്ററിൽ ഈ ലോഡ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വാല്യൂ എന്നേക്കുന്നത് എന്താ? 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇതിനെ നമ്മൾ പോയിന്റ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോഴ്സ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ പോയിന്റ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതായത് ഇവിടെ എന്താ എഴുതിയേക്കണേ? 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിനർത്ഥം എന്താ? 1 മീറ്ററിൽ 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട്? 4 മീറ്റേഴ്സ്. 4 മീറ്ററിൽ എത്ര ആക്ട് ചെയ്യും? 1 മീറ്ററിൽ 30 ആണെങ്കിൽ 4 മീറ്ററിൽ 30 × 4 120 കിലോ ന്യൂട്ടൺ. ഇതായിരിക്കും ഇതിന്റെ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് വരുന്നത്. പക്ഷെ മെയിൻ നമ്മൾ ചിന്തിക്കാനുള്ള വിഷയം ഇതല്ല. ചിന്തിക്കാനുള്ള വിഷയം ഈ ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നതാണ്. ഇതെവിടെ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് ആ ലോഡിന്റെ ഒത്ത നടുക്കായിട്ടായിരിക്കും ഈ ലോഡ് ആക്ട് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ 4 മീറ്റർ ഉണ്ടല്ലോ, 4 മീറ്റർ പകുതി എത്ര? 2 മീറ്റർ. അപ്പൊ ഈ 2 മീറ്റർ എന്നുള്ള ഈ ഒരു പോയിന്റിലായിരിക്കും ഈ 120 ന്യൂട്ടൺ ആയ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ 120 കിലോ ന്യൂട്ടൺ എഴുതി. അപ്പൊ നമ്മൾ എന്താ UDLനെ പോയിന്റ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താ? നമുക്ക് ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ആംഗിൾ മാർക്ക് ചെയ്തിട്ടില്ല. ആംഗിൾ എത്ര? 45 ഡിഗ്രിയാണ് ആംഗിൾ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഒരു 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇതിനെ കോസ് കോമ്പോണന്റും സൈൻ കോമ്പോണന്റും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ആയിട്ടുള്ള ആ ഒരു സൈഡ്, അതായത് ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എപ്പോഴും കോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ ഇത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു വെർട്ടിക്കൽ കോമ്പോണന്റ്, ഒരു ഹൊറിസോണ്ടൽ കോമ്പോണന്റ് വരച്ചു. ഇതില് വെർട്ടിക്കൽ കോമ്പോണന്റ് സൈൻ ആയിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ. അതായത് ഇവിടെ 60 കിലോ ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അപ്പൊ 60 സൈൻ 45 ആണ് വെർട്ടിക്കൽ കോമ്പോണന്റ്. ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എന്തായിരിക്കും? 60 കോസ് 45 ആയിരിക്കും ഹൊറിസോണ്ടൽ കോമ്പോണന്റ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് VB HB. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? 3 സ്റ്റെപ്പിലാണ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിഗ്മ H കണ്ടുപിടിക്കുക, സിഗ്മ V കണ്ടുപിടിക്കുക, സിഗ്മ M കണ്ടുപിടിക്കുക. ഇതിൽ ഇടയിൽ വിട്ടുപോയ സാധനങ്ങളൊക്കെ ലാസ്റ്റ് കിട്ടുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ റിയാക്റ്റീവ് ഫോഴ്സും കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക്
സിഗ്മ എച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സിഗ്മ എച്ച് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇതിലുള്ളത്? ഫസ്റ്റ് ഒന്നും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഇല്ല. നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വന്നത് തന്നെ എവിടെയാണ്? നമ്മുടെ ഇവിടെ ഈ 60 cos 45 ഹൊറിസോണ്ടലാണ്, എച്ച് ബിയും ഹൊറിസോണ്ടലാണ്. ഇതെന്താ? റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ ഇത് പോസിറ്റീവും എച്ച് ബി ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പൊ ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? സിഗ്മ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? 60 cos 45 മൈനസ് എച്ച് ബി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എച്ച് ബി എന്ത് കിട്ടും എനിക്ക്? 60 cos 45. ഇതിൽ എച്ച് ബിയുടെ ആൻസർ വരുന്നത് എച്ച് ബി ഈക്വൽ ടു 42.43 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. 42.43 കിലോ ന്യൂട്ടൺ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കാതിരിക്കരുത്. കാൽക്കുലേറ്റർ ഇത് എഴുതുന്നതിനോടൊപ്പം യൂസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ എക്സാമിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ ഒരു എന്താ പറയാ, കൺസിസ്റ്റൻസി അല്ല, ആ ഒരു പേസ് നിങ്ങൾക്ക് കിട്ടൂല. അത് മാത്രമല്ല നിങ്ങൾ ആകെ കൂടി ഡൗട്ടഡ് ആയി പോകും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കാൽക്കുലേറ്ററിൽ ചെയ്ത് എഴുതി പോവുക. ഞാനിവിടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി വേഗം ആൻസർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് ഈ എച്ച് ബി 60 cos 45 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എച്ച് ബിയുടെ 42.43 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് സിഗ്മ വി കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? സിഗ്മ വി ഈക്വൽ ടു വെർട്ടിക്കൽ ഈ 0. ഇതിൽ സിഗ്മ വി വെർട്ടിക്കൽ കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് RA ഉണ്ട്. അപ്പൊ RA മുകളിലേക്കാണ്. അപ്പൊ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. സെക്കൻഡ് വൺ 20 ന്യൂട്ടൺ താഴേക്ക്. അപ്പൊ -20. പിന്നെ ആരാ? നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിലെ പോയിന്റ് ലോഡ് ഉണ്ട് 120 ന്യൂട്ടൺ, അതും താഴേക്ക്. ഇതൊക്കെ കിലോ ന്യൂട്ടൺ ആണ്. 120 താഴേക്ക്. പിന്നെ ആരാ? 60 sin 45 മൈനസ് തന്നെയാണത്, -60 sin 45. പിന്നെ ആരാ? പ്ലസ് വി ബി മേളിലേക്കാണ്. പ്ലസ് വി ബി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എന്ത് കിട്ടും? RA പ്ലസ് വി ബി ഈക്വൽ ടു, ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് എടുത്താൽ 20 പ്ലസ് 120 പ്ലസ് 60 sin 45 എന്ന് കിട്ടും. ഇതിൽ നിന്ന് RA പ്ലസ് വി ബി ഈക്വൽ ടു 182.42 കിലോ ന്യൂട്ടൺ കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതൊരു RAയുടെ വാല്യൂ അറിയില്ല, വി ബി അറിയില്ല, പക്ഷെ അതിന്റെ സമ്മ് 182.42 ആണെന്നറിയാം. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാനുള്ളത്? ഒരാൾ കൂടി ഉണ്ട് അല്ലേ, മൊമെന്റം. അപ്പൊ സിഗ്മ എം ഈക്വൽ ടു 0. ഞാൻ ഇവിടെ സിഗ്മ എം അല്ല മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അറിയാം, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പാസ് ചെയ്യണ ആ ഒരു ഫോഴ്സിന് മൊമെന്റ് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ നമുക്ക് സെക്കൻഡ് ലോഡിലേക്ക് പോവാം. അതായത് 20 കിലോ ന്യൂട്ടൺ ഉള്ള ലോഡ്. അതെന്താണ്? ക്ലോക്ക് വൈസ് ആണ്. അതായത് മുകളിൽ താഴേക്കല്ല ആക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയല്ലേ കറങ്ങുള്ളൂ ഈ വടി. താഴേന്ന് മേളിലേക്ക് പോകുമ്പോൾ ഈ വടി തിരിച്ചു കറങ്ങും. മനസ്സിലായോ? അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ മുകളിൽ താഴെ വരുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ക്ലോക്ക് വൈസ്. അപ്പൊ 20 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ 20 മൊമെന്റ് കണ്ടുപിടിക്കാൻ എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ ഫോഴ്സ് ചെയ്ത് ഡിസ്റ്റൻസ് എത്ര വിത്ത് റെസ്പെക്ട് ടു എ? 2 മീറ്റർ. പ്ലസ് നെക്സ്റ്റ് ആരാ? 120 കിലോ ന്യൂട്ടൺ ഉണ്ട്. 120 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്? 4ന്റെ പകുതി. അവിടെയാണ് പോയിന്റ് ആക്ട് ചെയ്യുന്നത്. അതായത് 2 ആണ് ഡിസ്റ്റൻസ്. അപ്പൊ 2ഉം 2ഉം 4. 120 ഇൻറ്റു 4. പിന്നെ ആരാ ഉള്ളത്? 60 sin 45 മൾട്ടിപ്ലൈഡ് ബൈ എന്താണ്? അവിടെ ശ്രദ്ധിക്കണം, 2 4 കഴിഞ്ഞിട്ട് 1 മീറ്റർ ഉണ്ട് ഇവിടെ, മറക്കരുത്. 1 മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 പ്ലസ് 4 പ്ലസ് 1 അതായത് 7. പിന്നെ ആരാ? പിന്നെ വി ബിയും മൊമെന്റ് ഉണ്ടാക്കും, പക്ഷെ ആന്റി ക്ലോക്ക് വൈസ്, അതായത് നെഗറ്റീവ്. അപ്പൊ മൈനസ് വി ബി മൾട്ടിപ്ലൈഡ് ബൈ എത്ര ഡിസ്റ്റൻസ്? 7 പ്ലസ് 2 9 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 9 വി ബി അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 20 ഇൻറ്റു 2 40, 120 ഇൻറ്റു 2 480 അല്ലേ? 480 അല്ലേ? 400 അതെ, 480 പ്ലസ് 60 സൈൻ 45 മൾട്ടിപ്ലൈഡ് ബൈ 7 കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വി ബിയുടെ ആൻസർ എന്താ കിട്ടണേ? വി ബിയുടെ ആൻസർ 90.776 ന്യൂട്ടൺ. 90.776 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും.
അപ്പൊ വി ബി കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ വി ബി കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ 6 കിട്ടൂലേ. അപ്പൊ 6 പ്ലസ് വി ബി നമുക്ക് നേരത്തെ എന്താ കിട്ടിയേ, 6 പ്ലസ് വി ബി ഈക്വൽ ടു 182.42 182.42 കിലോ ന്യൂട്ടൺ ആണ് അല്ലെ, ഫ്രം 1. അപ്പോ ഫ്രം 1ൽ നിന്ന് 6 പ്ലസ് വി ബി ഈക്വൽ ടു 182.42. ഇതിൽ നിന്ന് ഞാൻ വി ബിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 6 പ്ലസ് 90.776 ഈക്വൽ ടു 182.42 കിട്ടും. ഇതില് ആർ എ ഈക്വൽ ടു 182.42 മൈനസ് 90.776 ദാറ്റ്സ് ഈക്വൽ ടു ആറുടെ വാല്യൂ എന്താ, 91.64 91.64 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി എന്താ എന്തെങ്കിലും കണ്ടുപിടിക്കണ്ട? ഇല്ല, നമുക്ക് ആറേയും ബി ബിയും എച്ച് ബിയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആറെ നമ്മൾ ആദ്യം തന്നെ എച്ച് ബി കണ്ടുപിടിച്ചു. എന്തായിരുന്നു എച്ച് ബി? 42.43. ഇത് ഇവിടെ 42.43 ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 6 പ്ലസ് വി ബിയുടെ ഇക്വേഷൻ എഴുതി. പിന്നെ നമുക്ക് എന്ത് കിട്ടി, പിന്നെ എന്ത് കിട്ടി, വി ബി ഈക്വൽ ടു 90.776 കിട്ടി. പിന്നെ ആറുടെ വാല്യൂ 91.64 കിട്ടി. അപ്പൊ എന്താ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പമല്ലേ? അപ്പൊ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടിംഗ് ലോഡ് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് അഗെയിൻ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി. ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആക്ട് ചെയ്തേക്കുന്ന ലോഡിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് പ്രത്യേകത? ഇവിടെ ഈ ഒരു സപ്പോർട്ടിന്റെ ഇവിടെ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കണക്കാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിന്റെ നമ്മുടെ സപ്പോർട്ട് കാരണം ഉണ്ടാവുന്ന റിയാക്ഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ റോളർ സപ്പോർട്ടിൽ നമുക്കറിയാം വെർട്ടിക്കൽ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ആർ എ എന്ന് മാർക്ക് ചെയ്തു, കാരണം ഒരു റിയാക്ഷൻ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഹിഞ്ച് സപ്പോർട്ടിൽ 2 റിയാക്ഷൻസ് ഉണ്ടാവും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ റിയാക്ഷനെ ഞാൻ എച്ച് ബി എന്നും വെർട്ടിക്കൽ റിയാക്ഷനെ ഞാൻ വി ബി എന്നും മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സാധനം കണ്ടല്ലോ, ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് കപ്പിൾ. എന്താണ് കപ്പിൾ? കപ്പിൾ എന്ന് പറഞ്ഞാല് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇതിനെയാണ് കപ്പിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫിഗർ ഒക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇങ്ങനെ വരാ, തിരിച്ചു വരാ, എങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലോഡ് ഇവിടെയാണ് ആക്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റോഡിന്റെ നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഞാൻ മേളിലേക്കും താഴേക്കും ഒരു 10 ന്യൂട്ടന്റെ ഫോഴ്സ് കൺസിഡർ ചെയ്യണതാണ്. 10 ന്യൂട്ടന്റെ ഫോഴ്സ് കൺസിഡർ ചെയ്യാനുള്ള കാരണം ഇവിടെ 10 ന്യൂട്ടൺ ആയതുകൊണ്ടാണ്. ഇവിടെ അപ്പോ ഇങ്ങനെ കൺസിഡർ ചെയ്യണത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, കാരണം 10 ന്യൂട്ടൺ മേളിലേക്ക് പോയിട്ട് 10 ന്യൂട്ടൺ താഴേക്ക് വന്നാൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ മാറ്റമൊന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ അസ്യൂം ചെയ്തത് വേറൊരു കാര്യത്തിനാണ്. നിങ്ങൾ ഇനി ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചു. ഇതെന്താണ് ഇപ്പോ? കപ്പിളാണ്. ഇങ്ങനെ തന്നെ വന്നോന്നില്ല. ഈ ഓപ്പോസിറ്റും ഈക്വലും ആയാൽ മതി. ഇത് നോക്കിയേ, ഇത് മേളിൽ നിന്ന് താഴേക്ക് 10 ന്യൂട്ടൺ, ഇത് താഴെ നിന്ന് മേളിലേക്ക് 10 ന്യൂട്ടൺ. കപ്പിളായില്ലേ? അപ്പൊ ഈ കപ്പിളിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? F ഇൻറ്റു എസ്. അതായത് ഇവിടെ ഫോഴ്സ് എത്ര? 10 ന്യൂട്ടൺ അല്ലേ. അപ്പൊ 10 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1.5. 10 ഇൻറ്റു 1.5 15 ന്യൂട്ടൺ. 15 ന്യൂട്ടൺ ആയിരിക്കും കപ്പിള് ഉണ്ടാക്കുന്ന മൊമെന്റ്. ആ 15 ന്യൂട്ടൺ എന്ത് ചെയ്യുക? അതൊരു മൊമെന്റ് ആയിരിക്കും കേട്ടോ, മൊമെന്റ് ആയിരിക്കും. അത് മറക്കരുത്, കപ്പിൾ ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ഈ മൊമെന്റ് കിട്ടി. പക്ഷെ ഈ മൊമെന്റ് ഏത് ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? അത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. ഈ ഒരു റോഡിന്റെ
മേളിൽ നിന്ന് താഴേക്കല്ല ആക്ട് ചെയ്യണത്. അതായത് ഈ ഒരു റോഡിൽ നിന്ന് മേളിൽ താഴേക്ക് ഫോഴ്സ് ആക്ട് ചെയ്താൽ ഈ റോഡ് എങ്ങോട്ടായിരിക്കും കറങ്ങുക? ഇങ്ങോട്ടായിരിക്കുമല്ലേ കറങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇത് ഇങ്ങനല്ലേ കറങ്ങുള്ളൂ. അതായത് ഇങ്ങനല്ലേ കറങ്ങുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ ക്ലോക്ക് വൈസ് ആയില്ലേ? അപ്പൊ ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, 15 ന്യൂട്ടൺ. അപ്പൊ ആ ക്ലോക്ക് വൈസ് മൊമെന്റ് എവിടെ മാർക്ക് ചെയ്യും നമ്മള്? ഇവിടെ മാർക്ക് ചെയ്യും. ഇവിടെ ആയിരിക്കും ആ മൊമെന്റ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഞാൻ 15 ന്യൂട്ടന്റെ മൊമെന്റ് മാർക്ക് ചെയ്തു. ഇനി എന്താ, ഇനി നമ്മുടെ ഒരാൾ അവിടെ നിൽപ്പുണ്ട്. ബാക്കിയുള്ള ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ഫോഴ്സ് നമ്മുടെ ഈ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യും. അതായത് 10 ന്യൂട്ടൺ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു കപ്പിളിനെ മൊമെന്റ് ആക്കി എടുത്തു. ആ മൊമെന്റ് ഇത് ഇവിടെ എഴുതി. പക്ഷെ ആ മൊമെന്റ് ആക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച് 2 10 ന്യൂട്ടൺ ഉപയോഗിച്ച് മേളിലേക്ക് ഒരു 10 ന്യൂട്ടൺ, താഴേക്ക് ഒരു 10 ന്യൂട്ടൺ. ആ മേളിലേക്ക് എടുത്ത ഈ ഒരു 10 ന്യൂട്ടൺ ഈ കപ്പിളിൽ പോയി. പക്ഷെ അവിടെ എപ്പോഴും ആര് നിൽക്കുന്നുണ്ട്? 10 ന്യൂട്ടൺ താഴേക്ക് ഇപ്പുണ്ട്. ആ 10 ന്യൂട്ടൺ ഞാൻ താഴേക്ക് തന്നെ മാർക്ക് ചെയ്തു. ക്ലിയർ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ സിഗ്മ എച്ച് കണ്ടുപിടിക്കാം. സിഗ്മ എച്ച് ഈക്വൽ ടു 0. ഇതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയുണ്ട്? ഏതെങ്കിലും ഉണ്ടോ? അതേപോലെ നമ്മുടെ ഒരു എച്ച് ബി എടുപ്പുണ്ട് അല്ലേ? അപ്പൊ -HB ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് -HB ഈക്വൽ ടു 0. അതായത് എച്ച് ബിയുടെ വാല്യൂ എന്താ? 0. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ വി കണ്ടുപിടിക്കാം. സിഗ്മ വി ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? സിഗ്മ എച്ച്, സിഗ്മ വി. സിഗ്മ വി എന്ന് പറഞ്ഞാൽ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 6 മേളിലേക്കാണ്. അപ്പൊ ഞാൻ പോസിറ്റീവ് ആക്കി എടുക്കുന്നു 6. പിന്നെ 10 ന്യൂട്ടൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 10 ന്യൂട്ടൺ താഴേക്കാണ്. അപ്പൊ ഞാനത് നെഗറ്റീവ് ആക്കി എടുത്തു, -10. പിന്നെ മേളിലേക്ക് വി ബി ഉണ്ട്. വി ബി ഈക്വൽ ടു 0. അതായത് RA പ്ലസ് വി ബി ഈക്വൽ ടു 10 എന്നുള്ള ഒരു വാല്യൂ കിട്ടി. നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാലോ. സിഗ്മ എം ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ ആണ്. 6 കാരണം ഉണ്ടാകത്തില്ല. പിന്നെ രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ കാരണം മേളിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ പോസിറ്റീവ് 10 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? 3 മീറ്റർ പ്ലസ് നമ്മുടെ ഒരു മൊമെന്റ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ 15 ന്യൂട്ടൺ. ഇതിനെ ഡിസ്റ്റൻസ് ആയി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? അത് ഓൾറെഡി മൊമെന്റ് ആണ്. അപ്പൊ ആ മൊമെന്റ് അങ്ങനെ തന്നെ എഴുതി. അതും ക്ലോക്ക് വൈസ്, അതുകൊണ്ട് പോസിറ്റീവ് കിട്ടും. പിന്നെ എന്താ? നമ്മുടെ വി ബി ഉണ്ട്. വി ബി ആന്റി ക്ലോക്ക് വൈസ് ആണ്. താഴേന്ന് മേളിലേക്ക്, ഇത് ഈ ഒരു ഡയറക്ഷനിലേക്ക്. വി ബി ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് വി ബി എടുത്തു, ഈക്വൽ ടു 0. 30 പ്ലസ് 15 മൈനസ് വി ബി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് വി ബിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 45 അല്ലേ? 45. നമ്മളൊരു ഇത് കാണിച്ചു. വി ബിനെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല, സോറി. അപ്പൊ വി ബി മൾട്ടിപ്ലൈഡ് ബൈ 6. 3 + 3 6. ഞാൻ വിട്ടുപോയി. ഇതാ പറയണ എറർ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. അപ്പൊ മൾട്ടിപ്ലൈഡ് ബൈ 6, അതായത് ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ ആണ്, 6 മീറ്റർ ആണ് എ വെച്ച് പോയിന്റ് നോക്കുമ്പോൾ. അപ്പൊ ഇവിടെ -6 വി ബി ഉണ്ട്. ഇവിടെ 6 വി ബി ഈക്വൽ ടു 45 എന്ന് കിട്ടും. അപ്പൊ വി ബി ഈക്വൽ ടു എന്തായിരിക്കും? വി ബി ഈക്വൽ ടു 45 ബൈ 6. വി ബി ഈക്വൽ ടു 7.5 ന്യൂട്ടൺ എന്ന് കിട്ടും. എന്തായി? എല്ലാം കിട്ടിയില്ലേ? ഇല്ല, എല്ലാം കിട്ടിയിട്ടില്ല. 6 കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് എസ് ബി കിട്ടി, വി ബി കിട്ടി. ഇനി 6 എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താവും? RA പ്ലസ് വി ബിക്ക് പകരം ഞാൻ 7.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈക്വൽ ടു 10. അപ്പൊ ആറയുടെ വാല്യൂ എന്തായി? 2.5 ന്യൂട്ടൺ. 6 കിട്ടി, വി ബി കിട്ടി, എച്ച് ബി കിട്ടി. ഹോപ്പ് ഓൾ ഈസ് ക്ലിയർ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താ, ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 2 ആയ ഫ്രിക്ഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ, അതായത് മൊഡ്യൂൾ 3, അതിന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.